എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് വളരെ ലളിതമായ ഒരു നാടൻ ഉച്ചയൂണാണ്. അതിലുള്ളത് ചക്ക വെച്ചിട്ടുള്ള ഒരു കറിയും അതേപോലെ മത്തൻ്റെ ഇല കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. ഈ കറിയുടെ കൂടെ കുറച്ച് തൈരും കൂടെ കൂട്ടിയാൽ നല്ല സ്വാദാണ്. ചക്ക കൊണ്ടുള്ള കറിയിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു നാടൻ കറിയാണ്. ഈ ചക്ക ആവി കയറ്റിയിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ചക്കച്ചുള മാത്രമായിട്ട് എടുത്ത് ആവി കയറ്റി അങ്ങനെ കൊടുത്തു വിട്ടതാണ്. ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചക്കക്കുരു ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചുള മാത്രം എടുത്തിട്ടാണ് കറി വെച്ചത്. ഈ കറി സാധാരണ വെക്കുന്ന സമയത്ത് അതിനകത്ത് കുരുവും കൂടെ ഇടാറുണ്ട്. ആദ്യം ചക്കച്ചുള ഇങ്ങനെ, ഇപ്പോൾ പച്ചച്ചുളയാണെങ്കിലും ഇനി ആവി കയറ്റിയതാണെങ്കിലും അതൊന്നും കൂടെ നന്നായിട്ട് വേവിക്കാൻ വെക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഇനി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. ഇത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. പണ്ട് മുതൽക്കേ ഇതുപോലെയുള്ള കറി അവിടെയൊക്കെ വെക്കാറുണ്ട്. എനിക്ക് അന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു കറി, ഇന്നും ഇഷ്ടമാണ്. ചക്കക്കാലമൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ കഴിക്കാറില്ല. ഇത് ഒന്ന് തിളച്ച ശേഷം അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ച് ഇതെല്ലാം കൂടെ ഉടച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനകത്ത് വേവിച്ച് കുറേ കഷ്ണങ്ങൾ അങ്ങോട്ട് ഉടച്ചെടുക്കാം. കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തേങ്ങയും ജീരകവും മാത്രം അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടാം. അതിൻ്റെ കൂടെ തേങ്ങയും. പാലക്കാടൊക്കെ ഇതേപോലെ തന്നെ പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ആ 2 തരത്തിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ എല്ലാ കഷ്ണങ്ങളൊന്നും കൂടുതലായിട്ട് ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉടച്ചെടുത്തിട്ടുള്ളൂ. ചക്ക ചുളയെടുത്ത് ആവി കയറ്റിയ ശേഷം അത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാം. എല്ലാം നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തു. എന്നിട്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞ ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ കുറച്ച് തേങ്ങ, ഒരു പിടിയും കുറച്ചും തേങ്ങയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ഇതേപോലെ കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ചുവക്കനെ വറുത്തെടുക്കാം. ഇവിടെ നന്നായിട്ട് ചുവക്കനൊന്നും വറുത്തെടുത്തിട്ടില്ല, ഒന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ. അതിനുശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷമാണ് കുരുമുളക് പൊടി ഇടേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആ കറിയിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് അടച്ചു വെക്കാം. അടച്ചു വെച്ച ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് തുറന്ന് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം ഉപയോഗിക്കാം. ഇനി അടുത്തത് മത്തൻ്റെ ഇല ഉപ്പേരി വെക്കുന്നതാണ്. അതായത് മത്തൻ കുമ്പളങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ഇലയാണ്. നിങ്ങളിൽ എല്ലാവരും വെക്കുന്നതായിരിക്കും, അധിക പേരും ഉണ്ടാക്കുന്നതായിരിക്കും ഈ ഒരു ഉപ്പേരി. എന്നാലും ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുള്ള മത്തൻ്റെ ഇലയാണ്. പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കൊന്നും ഇതൊന്നും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. മത്തൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇല നമുക്ക് ഒരു 3-4 ഭാഗങ്ങളായിട്ട് അങ്ങനെ കീറിയെടുക്കണം. ആദ്യം നടുക്ക് കൂടെ ഒരു ഭാഗമായിട്ട് കീറാം. എന്നിട്ട് പിന്നെ അതിനെ വീണ്ടും 2 ആക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലാതെ ഒരു ഇല മൊത്തമായിട്ട് എടുത്ത് നമ്മൾ അരിയുന്ന സമയത്ത് അതിന് കൂടുതലായിട്ട് നീളം ഉണ്ടാവും. ഇതുപോലെ 3-4 ഭാഗമായിട്ട് കീറിയിട്ട് ചുരുട്ടിയെടുത്ത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഇതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലല്ല അരിയേണ്ടത്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് എരിവിന് ആവശ്യമുള്ളത്ര ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകും വേണമെങ്കിൽ ഇടാം. ഇവിടെ പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല, ഉണക്കമുളക് തന്നെയാണ് എരിവിന് ഇട്ടിട്ടുള്ളത്. പിന്നീട് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്നിടാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയ ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇല കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം വീണ്ടും തുറന്ന് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്ത് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഉള്ള വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം.
എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. 1 പിടിയോ 1.5 പിടിയോ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. നാട്ടിലിപ്പോൾ ചക്ക കിട്ടുന്ന സമയമാണല്ലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണല്ലോ ഈ ഒരു ചക്കക്കറി. ഇതിൻ്റെ കൂടെ മോരോ അല്ലെങ്കിൽ തൈരോ ഉണ്ടെങ്കിൽ കുശാലായി. പിന്നെ ഊണിന് വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു മഴ സമയത്തൊക്കെ മത്തൻ്റെ ഇലയും നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ടൊന്ന് അഭിപ്രായം പറയുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.